അതെ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പ് നമുക്കൊരു ബോട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നമ്മുടെ ഇതുപോലെ ബാലൻസ് വന്നിട്ടുള്ള ഒരു നേരിയതിൻ്റെ തുണിയാണ് കേട്ടോ. ഞാൻ പറയില്ല, ഇപ്പോൾ നമ്മളെല്ലാവരും എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊരു ബാലൻസ് പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതിന് എത്ര നീളത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ട് അതിനെ ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ടൈ ചെയ്തെടുക്കണം. അതാണ് ഫസ്റ്റ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇതൊന്ന് ജസ്റ്റ് ടൈ ചെയ്തെടുക്കാൻ ഉള്ള ഒരു സമയം മാത്രമേ. ടൈ ചെയ്യാൻ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. തീരെ ഗ്യാപ്പ് വരാതെ നമ്മൾ സൂചിയില്ലേ അതിനെ കുറച്ച് അടുത്തടുത്ത് കോർക്കുക. അതേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് ഒരു സമയം എടുക്കാതെ നമ്മളെ കയ്യിൽ ഒത്തിരി നീളമുള്ളതാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മീഡിയം ടൈപ്പിലുള്ള നീളത്തിലാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ നീളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ചുരുക്കോടുകൂടി നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമ്മളുടെ നീളം ഇതിൻ്റെ ലെങ്ത് കുറയുന്നതിനനുസരിച്ച് അത്രത്തോളം ചുരുക്ക് കിട്ടത്തില്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ അത്രയും നല്ല ചുരുക്കോടുകൂടെ എടുത്തു. അതിനുശേഷം അതിൻ്റെ എഡ്ജ് കൊണ്ട് ഇതുപോലെ ലാസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ എഡ്ജില്ലേ അതിങ്ങനെ പുറത്തേക്ക് വൃത്തികേടായിട്ട് നിൽക്കില്ല. ഇനി ഇതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇനി എല്ലാം കൂടെ ഒന്ന് അടുത്തത് ഇതുപോലെ ഒന്ന് കോർത്തല്ലോ, ഇനി അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് നന്നായിട്ട് ടൈ ചെയ്യുക. ടൈ ചെയ്ത് നന്നായിട്ട് നല്ല ടൈറ്റായി തന്നെ ടൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ബാലൻസ് ഉള്ള ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇത് ശരിക്കും നമ്മളെ വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ചുമ്മാ അനാവശ്യമായിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യാതെ നമുക്ക് വാങ്ങിക്കാം. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇത് ഞാൻ 2 മടക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മടക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് 4 സൈഡും ഒന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗുണമെന്ന് പറയുമ്പോൾ നമ്മളിത് അടച്ച് ഇങ്ങനെ അതിലെ കവർ ചെയ്യുമ്പോൾ വൃത്തികേടായിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ്. ഇത് നമുക്ക് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല, നമ്മളുടെ സാധാ ഗ്ലൂ വെച്ച് ചെയ്യാം. പക്ഷേ 1-2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ആ സെൻറ്റർ ഒന്ന് മടക്കുക. 2 സൈഡ് വീണ്ടും നമ്മളൊന്ന് സൈഡ് ഫോൾഡ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് അവിടെ വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്ത് അപ്പോൾ ചെയ്യാം. ഞാൻ പിന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അടുത്തൊരു എന്താ പറയുക ഒരു നേരിയതിൻ്റെ തുണി എടുത്തിട്ട് ആ ഒരു ഗോൾഡൻ തുണി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മടക്കിയെടുത്തു. 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ കണ്ടോ, ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ 2-4ആയിട്ട് മടക്കി നമുക്ക് ആ ബോട്ടിലിൻ്റെ സൈഡ് നമ്മൾ എടുക്കുന്ന ബോട്ടിലിൻ്റെ സൈഡിൻ്റെ വീതിക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അവർ നല്ല ഫിനിഷിംഗ് ആയിട്ടിരുന്നോളും. കാരണം എന്തെങ്കിലും വൃത്തിയോടെ ഉണ്ടായിരുന്ന അറിയത്തില്ല. കാരണം നമ്മളിതിൻ്റെ പുറത്തൊക്കെ ഇനി സ്റ്റോൺസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് അറിയില്ല. എന്നിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സൈഡ് അങ്ങ് ഒട്ടിക്കുക. ഇതുപോലെ. പിന്നെ നമ്മൾ ഈ പുറത്തോട്ടൊക്കെ നിൽക്കുന്ന ഈ അതിൻ്റെ തുമ്പൊക്കെയില്ലേ അത് നമ്മൾ ഉരുക്കിക്കളയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ സാറ്റിൻ തുണിയിലൊക്കെയാണ് ചെയ്യുന്നത്. ഇത് സാറ്റിൻ തുണിയൊന്നും അല്ല, പെട്ടെന്ന് ഉരുകിപ്പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം ഉരുക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇനി ഇതിനെ പുറത്തേക്ക് വെച്ച് നമ്മളൊന്ന് കണ്ടില്ലേ അതിൻ്റെ എഡ്ജ് രണ്ടും ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ആ ബാക്കിലോട്ട് നിൽക്കുന്നത് ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇതും ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത സെൻറ്ററിലേക്ക് നമ്മുടെ ക്യാപ്പ് ഒന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. ഇത് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഏകദേശം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തുള്ളതെല്ലാം നമ്മുടെ പൊടിക്കൈകളെന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടിക്കുക, അതിനെ ബ്യൂട്ടിഫുൾ ആക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെയ്യേണ്ട മെയിൻ പാർട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കല്ലേ. ജസ്റ്റ് ഒരു പീസ് എടുത്തു, അതിനെ ജസ്റ്റ് ഒന്ന് മടക്കി ഇത് ചെയ്തു, ബോട്ടിലിൻ്റെ ക്യാപ്പ് കവർ ചെയ്തു, ഫിക്സ് ചെയ്തു. ഇനി അടുത്ത് ഇതുപോലെ ഇത് ശരിക്കും ഗോൾഡൻ കരയാണ് കേട്ടോ. ആ ഗോൾഡൻ കര എടുത്തു, ജസ്റ്റ് ഒന്ന് ഫോൾഡ് 4ആയിട്ട് ഇത് ചെയ്തു. നമ്മളൊരു ഹെയർ ബോ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ. ചെറിയൊരു ഹെയർ ബോ ചെയ്യുക, അതിൻ്റെ സൈഡിലേക്കൊന്ന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്കിനി എന്തൊക്കെ മനോഹരമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇനി അവിടെ ഹെയർ ബോ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ട് അവിടെ ഒരു ഫ്ലവർ വേണമെങ്കിൽ കൊടുക്കാം, 2 ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം, അതൊക്കെ എങ്കിൽ മതി. ഈ ബോയ്ക്ക് പകരം അവിടെ 2 നല്ല പേളിൻ്റെ 2 ബീഡ്സും കൊടുത്ത് 2 സ്റ്റോണും കൊടുത്താലും മതി കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് പല രീതിയിൽ ചെയ്യാം. ഞാൻ വേറൊന്ന് ചെയ്തത് അതിന് ഈ ബോയ്ക്ക് പകരം 2 ബീഡ്സാണ് കൊടുത്തത്. നല്ല 2 പേളിൻ്റെ മുത്ത് കൊടുത്തിട്ട് അവിടെ 2 സ്റ്റോണും കൊടുത്തു. ഇതിനെ സെൻറ്ററിലേക്ക് ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഹെയർ ബോ നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത പാർട്ടായി. ഇനി ഞാനൊരു ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ സ്റ്റോൺ ചെയിനില്ലേ, സ്റ്റോൺ ചെയിൻ എടുത്ത് ഞാൻ ഇതാ പറഞ്ഞത്, ഇത് കണ്ടില്ലേ ഇതുപോലെ പെട്ടെന്ന് ഉരുകും.
അതുകൊണ്ട് ഉരുക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം. ദേ നമ്മുടെ സ്റ്റോൺ ചെയിൻ കൊണ്ട് നമ്മളുടെ ക്യാപ്പിൻ്റെ ടോപ്പും അതിൻ്റെ സൈഡും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാൻ നമ്മുടെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക. അടുത്ത സൈഡിലേക്ക് അതിൻ്റെ ബോട്ടിൽ ക്യാപ്പ് ലിഡ് നമ്മൾ കൊടുത്തില്ലേ, ഒട്ടിച്ചില്ലേ, ആ ഭാഗത്തേക്കും കൂടെ ഒന്ന് ഇനി ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെച്ചിട്ടും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മൾ ചിലപ്പോൾ ഒട്ടിക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കും. ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമ്മളത് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് വേണ്ട ഇതുപോലെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഇതുപോലെ ബാലൻസ് ഒക്കെ വരുന്ന തുണികളുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എത്രത്തോളം തുണിയാണ് ഞാൻ യൂസ് ചെയ്യുക. വളരെ ഒരു ചെറിയൊരു ബിഗ് പീസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ. അപ്പോൾ എനിക്കെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. നമുക്കിത് ചെയ്തു കൊടുക്കാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ജസ്റ്റ് ഇതുപോലെ പിന്നെ കുറച്ച് സ്റ്റോൺ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ മനോഹരമാക്കി എടുക്കാം. അല്ലാതെ സിമ്പിളായിട്ട് നമുക്കൊരു ഹെയറിൽ നമുക്ക് വെക്കാനായിട്ട് ഒരു ഹെയർ ബോ ചെയ്യാൻ ഇതൊക്കെ മതിയാണ്, ധാരാളം. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ഇഷ്ടമാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും ചെയ്യാം. അതുകൊണ്ടാണ് അതൊക്കെ ഇത് ചെയ്ത്. അപ്പോൾ എന്താ പറയുക, എല്ലാ ഔട്ട്ലൈനും റെഡി ആയിട്ടുണ്ട്. ഇനി ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിതൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തില്ലേ, അതേ ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ ഹെയർ ബോയുടെ സെൻറ്ററിലേക്ക് ഒന്ന് കവർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഒരു ലെയറാണ് കൊടുത്തത്. ഒന്ന് ജസ്റ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ സമയത്തിന് അവിടെ ഒരു ലെയറും കൂടെ കൊടുത്തു കേട്ടോ. അത് കുറച്ചുകൂടെ എടുത്ത് നിൽക്കാനായിട്ട്. കണ്ടോ? ഇതിപ്പോൾ ഞാൻ അവിടെ പിന്നെ അതിനുശേഷം ഒരു ലെയർ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ 2 ലെയറായിട്ട് അങ്ങ് കൊടുത്തിട്ട് ചെയ്താലും മതി. വളരെ സിമ്പിളാണ്. ഇതുപോലെ നമുക്കവിടെ വെച്ച് പേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഹെയർ ബോ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെയല്ലേ, ഞാൻ സെയിം സ്റ്റോൺ ചെയിൻ, അവിടെ ഒട്ടിച്ച സെയിം സ്റ്റോൺ ചെയിൻ കുറച്ച് ലെങ്തിൽ 3 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. 3 പീസ് കട്ട് ചെയ്തെടുത്ത് 3. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത്രയും ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എത്രത്തോളം ലെങ്ത് വേണോ നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഞാനൊരു ഇതിനൊരു മാച്ചിങ് ആയിട്ടുള്ള ഇതാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗോൾഡും സിൽവറും ആയിട്ടുള്ളത്, ഗോൾഡും വൈറ്റും ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ എഡ്ജിൽ ഞാൻ 3 ബീഡ്സ് കൊടുക്കുന്നു. ആ ബീഡ്സിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഡ്രൈ ആവും. ഞാനത് 3 ഒട്ടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ഇനി അത് ഡ്രൈ ആയി കിട്ടും നമുക്ക് പെട്ടെന്ന്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ആ കോർക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഹോളില്ലേ, ആ ഹോളിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ സ്റ്റോൺ ചെയിൻ. അപ്പോൾ അവിടെ അങ്ങ് പേസ്റ്റ് ആയിരുന്നോളും. അതുപോലെ ആ 3 പീസും നമ്മൾ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ. ഇനി ഈ 3 പീസും ഒരുമിച്ച് ചേർത്തെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് ഡ്രൈ ആയി വരാൻ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ആ സമയത്തുള്ള ഞാൻ ബാക്കെല്ലാം കവർ ചെയ്യുന്നു, ഫെൽറ്റ് ഷീറ്റ് എടുക്കുന്നു, എന്താ പറയുക, നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിനുശേഷം പുറകിൽ നന്നായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 3 ഇതും എടുത്തു നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തു, അവിടെ നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ചരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിവർത്തി ഒന്ന് വയ്ക്കുക. ഇനി അതിൻ്റെ പുറത്താണ് ഞാൻ ഈ ഹെയർ ബോ കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഹെയർ ബോ അവിടെ തന്നെ ഗ്ലൂ ഫിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് പുറകിലേക്ക്. ഇനി മേലിൽ സെൻറ്ററിൽ ഞാനൊരു പാച്ചസ് പോലെ മുന്നേ ചെയ്തതാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുന്തൻ സ്റ്റോൺസ്, നമ്മുടെ സെറാമിക് കുന്തൻ കൊടുത്തു. എന്നിട്ട് സെൻറ്ററിൽ ഒരു സ്റ്റോൺ കൊടുത്തു. അതിനെ കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഉണ്ടായിരുന്നു, അതിനെ സെൻറ്ററിലേക്ക് കൊടുത്തു.
ഇപ്പം തന്നെ മതിയായി, ശരിക്കും നല്ല ഭംഗിയായി. ഇനി എന്നിട്ട് വീണ്ടും എനിക്ക് എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ അതിൻ്റെ എല്ലാ സൈഡിലും കുറച്ച് എന്താണ് ഗോൾഡൻ ബീഡ്സ് കൂടെ കൊടുത്തു. ആ ഗോൾഡൻ ബീഡ്സ് കൂടെ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ മനോഹരമായി കിട്ടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒത്തിരി സമയം അങ്ങനെയൊന്നും എടുക്കത്തില്ല. നമ്മുടെ കയ്യിലുള്ള ആക്സസറീസ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ചെയ്യാൻ വലിയ ചിലവൊന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക. കണ്ടില്ലേ, ശരിക്കും വളരെ സിമ്പിളാണ്. കണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളിതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒത്തിരി റേറ്റ് കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.